വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ അഡേനിയം പ്ലാന്റ്സ് പ്രൂൺ ചെയ്യുന്നതും അത് പോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അഡേനിയം പ്ലാന്റ്സ് പ്രൂൺ ചെയ്യാനൊക്കെ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനത് ഒരു കട്ടർ കൊണ്ട് ആ കട്ടർ നന്നായി ക്ലീൻ ചെയ്ത ശേഷം ആണ് കേട്ടോ ഞാൻ ഈ ഇത് കട്ട് ചെയ്ത് കൊടുത്തത്, അതിൻ്റെ ബ്രാഞ്ചസ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് സാഫ് കുറച്ച് കട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അതൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫംഗസ് വരാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അങ്ങനെ എല്ലാ അഡേനിയം പ്ലാന്റ്സും ഞാൻ ഇതുപോലെ കട്ടാക്കിയിട്ട് അവിടെയൊക്കെ സാഫ് ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാവുക, അതിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഫംഗസൊക്കെ വരും, ആ ചെടി തന്നെ നശിച്ചു പോകും കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ സാഫ് ഇല്ലെങ്കിൽ നമ്മുടെ മെഴുകുതിരി കത്തിച്ചിട്ട് അതിൻ്റെ മെഴുകി ഇട്ടിച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. ഇപ്പം ഇതിൽ ഈ പ്ലാന്റിൻ്റെ കോഡക്സിലായിട്ട് കുറച്ച് വേരുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ വേരുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്താലാണ് ഈ കോഡക്സൊക്കെ വലുതായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമുക്ക്. അപ്പം ഞാൻ ആ വേരൊക്കെ ഇങ്ങനെ അതിനോട് അറ്റാച്ച് ആയിട്ടുള്ള വേരൊക്കെ ഞാൻ കട്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കട്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ആ കട്ടാക്കിയ ഭാഗത്തൊക്കെ നമ്മൾ സാഫ് പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഫംഗസ് വരാതിരിക്കാനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ മഴ കൂടിയിട്ട് മഴയത്താണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോണ്ട് ഇതിൻ്റെ കോഡക്സൊക്കെ അങ്ങനെ ചീഞ്ഞു വരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് കുറച്ച് നേരം വെയിലത്ത് വെച്ച് ഉണക്കി വെറുതെ പോട്ട് ചെയ്യാതെ വെറുതെ തന്നെ കുറച്ച് ദിവസം വെച്ചു കേട്ടോ. കോഡക്സിൻ്റെ ആ ചീഞ്ഞ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതാണ് ആ ഹോള് കാണുന്നത്. എന്നിട്ട് അത് ഒരുവിധം നന്നായി എന്ന് കണ്ടപ്പോഴാണ് ഞാനിത് പോട്ടിൽ സാധാ മണ്ണ് നിറച്ചിട്ട് വെറുതെ പോട്ട് ചെയ്ത് കൊടുത്തത്. അങ്ങനെയാണ് കേട്ടോ അതുണ്ടായത്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത്, നമ്മൾ കട്ട് ചെയ്ത ബ്രാഞ്ചസൊക്കെ ഉണ്ടല്ലോ, അത് ഞാനൊരു പോട്ടിൽ സാധാരണ മണ്ണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് സാഫിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്കാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ബ്രാഞ്ചസിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തും നമ്മൾ സാഫ് പുരട്ടി കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനിതിപ്പോൾ പോട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പോട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൽ വേരുകളൊക്കെ വരും, നല്ല പ്ലാന്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ ഉണ്ട് ഞാൻ മണലിൽ സാഫിൻ്റെ പൗഡർ ചേർത്തിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫംഗസ് ഒന്നും വരില്ല. എന്നിട്ട് ഇതുപോലെ ഉണ്ട് ഞാനിത് പോട്ട് ചെയ്ത് കൊടുത്തത്. നേരത്തെ കാണിച്ച അതേ രീതിയിൽ തന്നെ ഉണ്ട് വീണ്ടും പോട്ടിൽ ഞാൻ പോട്ട് ചെയ്യണത് ഈ പ്ലാന്റ്സൊക്കെ. അങ്ങനെ കുറച്ച് ബ്രാഞ്ചസൊക്കെ ഞാൻ ഓരോ പോട്ടുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ ഒരു വൈറ്റ് കളറുള്ള അഡേനിയം ഇതുപോലെ ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഒരു പോട്ടിൽ പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിപ്പം നന്നായി വളർന്നു വന്നിട്ടുണ്ട്. ഇതിന് പുതിയ ബ്രാഞ്ചസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് വേറൊരു വലിയ പോട്ടിലേക്ക് പോട്ട് ചെയ്യണം. കണ്ടില്ലേ, നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇത് സാഫിലൊന്നും മുക്കി വെക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്ലാന്റിനൊക്കെ സാഫിൻ്റെ ഫംഗിസൈഡൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ മണലിൽ സാഫിൻ്റെ പൗഡറൊക്കെ മിക്സ് ചെയ്ത മണലാണ്, അതിലാണ് ഞാനിപ്പോൾ അത് പോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ എനിക്ക് കുറച്ചധികം പോട്ടിൽ പുതിയ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ നനച്ച് കൊടുത്തിട്ട് ഷെയ്ഡിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇപ്പം പുതിയ പ്ലാന്റ്സ് പോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം മിനിമം നമ്മളൊരു 2 ആഴ്ചയെങ്കിലും ഇത് ഷെയ്ഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ സാധാരണ ചെടികളിൽ നനക്കുന്ന പോലെയൊക്കെ നനച്ച് കൊടുക്കാം. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.